സുഹൃത്തുക്കളെ കണ്ടില്ലേ, സായിപ്പന്മാരും എല്ലാവരും അവിടെ ഒരു സംഭവം കയറ് കെട്ടി വലിക്കുന്നത് വടംവലിയല്ല, വലിയൊരു തിമിംഗലം. ഒരു 40 രൂപ പുറത്ത് നഷ്ടം വരും. നമുക്ക് വേറെ പണിയില്ല. നമ്മൾ ഈ കരപ്പണിക്കാരാണ്. ഇടപ്പടുത്തി വന്നപ്പോഴത്തേക്ക് ഈ മീൻ കയറി അങ്ങ് പാമായിപ്പോയി. അപ്പൊ ഞാൻ ഒരു കാരണത്താലും ഒട്ടായി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊല്ലം ജില്ലയിലെ പരവൂർ തെക്കുംഭാഗം ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാവിലെ ഏകദേശം 7 മണിയോടുകൂടി ഈ ബീച്ചിൽ ഒരു തിമിംഗല സ്രാവ് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ സ്രാവിനെ തിമിംഗല സ്രാവിനെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വള്ളത്തിലെ കമ്പവലയിൽ കുടുങ്ങിയാണ് ഈ സ്രാവ് ഈ കരക്കടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഭീമൻ തിമിംഗല സ്രാവിനെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചേർന്ന് വലിയ രീതിയിലുള്ള പരിശ്രമത്തിന് ശേഷമാണ് കടലിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സുഹൃത്തുക്കളെ കണ്ടില്ലേ, സായിപ്പന്മാരും എല്ലാവരും അവിടെ ഒരു സംഭവം കയറ് കെട്ടി വലിക്കുന്നത് വടംവലിയല്ല, വലിയൊരു തിമിംഗലം നമ്മുടെ കാപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനെ കരക്കടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഫോറിനേഴ്സ് അടക്കം ഇതിന് ഹെൽപ്പ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഹമ്പനൊരു തിമിംഗലം. കണ്ടില്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തിമിംഗലത്തിനെ വലിച്ചു കയറ്റാനുള്ള പരിപാടിയാണ്. ഇവിടെ ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ, അവർക്കൊരു രസം. കണ്ടില്ലേ, വർക്കലയൊക്കെ വന്ന ഒരുപാട് ഫോറിനേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. ിക്കുന്നത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഓറഞ്ച് ബസ്, നമ്മുടെ പരവൂരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന് കരയ്ക്കോട്ട് അടുപ്പിക്കുക. പക്ഷേ ഈ തിരമാല ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കണ്ടില്ലേ, അപ്പം ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെ എങ്ങനെയെങ്കിലും വലിച്ച് ഇവിടെ കരയ്ക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്കുവാണ്. തള്ളിയിട്ടും വരുന്നില്ല. ഇത് നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. കണ്ടില്ലേ, അത് അങ്ങ് പോയി. പക്ഷെ അത് തിരിച്ചു വരില്ല എന്നുള്ളത് അറിഞ്ഞൂടാ. അവരിവിടെ നിന്ന് അടിച്ചങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക, വെള്ളത്തിൻ്റെ ഓളം എല്ലാം. അടിപൊളി. ഇവര് ഫോറിനേഴ്സ് ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് പറഞ്ഞു വിടാനായിട്ട് നല്ല ജീവനുള്ളതല്ലേ. അപ്പം അതിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വ്യക്തത ഇവരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനെ അങ്ങ് പറഞ്ഞു വിട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു പറഞ്ഞു. അവരങ്ങ് പോകുന്നത് തടയാണ് ഇവർ. ഇനി അഥവാ തിരയപ്പെട്ട് ഇവരാകണം അങ്ങോട്ട് പോയാൽ. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് ദൂരെയൊന്നും പോരുതെന്ന് പറയാനായിട്ട് പോകുന്നു. ഏതായാലും കടലിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കൂടി വരുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നു. തിമിംഗല സ്രാവുകളും നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ താന്നി ഭാഗത്തൊക്കെ തന്നെ ഈ തിമിംഗലവും സ്രാവും ഒക്കെ അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കടലിന്റെ ഒരു സ്വഭാവമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഭാസമാണോ ഇതിന് പിന്നിൽ നമുക്ക് തിരക്കാം. ഇപ്പൊ ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇപ്പൊ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഇവരുടെയൊക്കെ കമ്പവലയിലാണ് കഴിഞ്ഞ ദിവസം കുടുങ്ങിയത്, അല്ലേ ചേട്ടാ? വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ? ഇന്നലെ രാവിലെ രാവിലെ ഒരു 7-8 മണിയായപ്പോഴേ ഇറങ്ങി വലിച്ചപ്പോഴി ഇത് മരണത്ത് കുടുങ്ങിപ്പോയി. കര വന്നപ്പോ കാണുന്നത് അവിടെ കുടുങ്ങിയപ്പോ ഞങ്ങൾ ഇതെല്ലാരും കൂടെ വലിച്ച് 10-38 ആളുകളാണ് ഉണ്ടായിരുന്നു. വലിച്ച് ഞങ്ങൾ കര വലിച്ചു വെച്ചപ്പോഴി എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലായതിന്റെ ചിറക് മേളിൽ ഉണ്ടായിരുന്നു. കര വന്നിട്ട് കാണുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റായി. പിന്നെ വള്ളം തള്ളിക്കൊണ്ട് ഇത് പൊയ്ക്കുന്നത് എടുത്ത് മാറ്റാനോ പിടിക്കാനോ പറ്റത്തില്ല. കരയായപ്പോ കടൽ പിടിക്കും. കര അടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം മുറിഞ്ഞല്ലേ? പിന്നെ ഇവര്
ഇംഗ്ലീഷുകാരെല്ലാം കൂടെ വന്നിട്ട് ഇത് പറഞ്ഞത് വിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയും വിടാന്ന് പറഞ്ഞു. വിട്ടാൽ തന്നെ ഇവിടെ വന്നത് സാറേ ഇത് കര വന്ന അടുത്തപ്പോഴും പിന്നെ ഇത് പോവില്ല. ഈ 300-350 ആളുണ്ടായിരുന്നു. ആളെല്ലാം അങ്ങോട്ടും അങ്ങോട്ടും അവിടെ പിടിച്ചിനെ തള്ളിയിട്ട് പോവില്ല. അത് കര ഒന്ന് അടിച്ചു തരാൻ അടുത്ത കാലത്ത് മുമ്പ് ഇങ്ങനത്തെ തിമിംഗലമൊക്കെ അടിഞ്ഞിട്ടുണ്ടോ? ചത്തടിയുന്ന സാഹചര്യം. അപ്പൊ അത് രക്ഷപ്പെട്ടത് നമ്മളതിനെ കൊല്ലാതെ രക്ഷപ്പെടുത്താൻ നോക്കി. അപ്പൊ നമ്മള് ഒന്ന് തള്ളി നമ്മളെ ഊപ്പാടല്ല എല്ലാം തെരയെടുത്ത് അടിച്ചടിച്ച് ഊപ്പാട് വന്നു എല്ലാം. അവസാനം ലാസ്റ്റ് ഇതിനെ മറിച്ച് ഞങ്ങൾ തള്ളി മറിച്ച് ഇട്ട് വെള്ളത്തിലാക്കിയപ്പോൾ ഇവനെന്ത് കരയ്ക്ക് പോയി. വെള്ളത്തിൽ പോയിട്ട് ഇവൻ കുഴിയിൽ വെള്ളം താഴ്ചയുള്ള ഭാഗം ഉണ്ടായിരുന്നു. ആ താഴ്ചയുള്ള ഭാഗത്തേക്ക് തെക്കോട്ട് മടക്കോട്ട് ഓടി നിന്നിട്ട് ഇപ്പം പടിഞ്ഞാട്ട് പോകുന്നില്ല. പടിഞ്ഞാട്ട് പോകുമ്പോൾ മണ്ണുള്ളതിനെ കൊണ്ട് പിന്നെ ഉറച്ചു പോകുന്നതിനെ കൊണ്ട് ഇപ്പം നീന്തി പോകാൻ പറ്റുന്നില്ല. ചെറുകടിച്ച് പോകാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വീണ്ടും ഇവിടെ കര വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നിച്ചാൽ മതി. പിന്നെ തള്ളനൊക്കെ ആളുകളെ മടുത്ത് പിന്നെ വള്ളക്കാരെ ഇടവായിന്ന് വള്ളക്കാരെ കൊണ്ടുവന്നു. ഫയർഫോഴ്സൊക്കെ വന്നിരുന്നു. പോലീസുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഏതായാലും വള്ളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചോ? വള്ളത്തിലൊന്നും നഷ്ടം നമുക്ക് കള്ളത്തരൊന്നും വല നഷ്ടപ്പെട്ടു. 50,000 രൂപ ഏകദേശം 10-40,000 രൂപയോളം ഇവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ നഷ്ടങ്ങളൊക്കെ ആര് നികത്താനാണ്? കാരണം നമുക്കറിയാം ഒരു കടൽ ജീവി കുടുങ്ങി അല്ലെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ച ഒരു പ്രതിഭാസമാണ്. പക്ഷെ ഇത്തരത്തിൽ ഇവർക്കാണ് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ പണിയില്ല. ആ നമ്മൾ ഈ കരപ്പണിക്കാരാണ്. വയസ്സെന്ന് എല്ലാം പ്രായന്നവരാണ്. ആരും അപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. നമുക്ക് എന്നിരുന്നാലും ഇതൊരു ജീവിതമായിട്ടൊക്കെ കൊണ്ട് പോകുന്നതല്ല, വേറെ പണിയില്ല. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് പ്രതിസന്ധിയിലാവുന്നത് നിങ്ങളുടെ അല്ലേ? മാസം ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അത്ര കഷ്ടപ്പാടാണ് നമ്മുടെ ജീവിതം. ഇപ്പൊ തന്നെ ഈ ഒരു പല 3,500 രൂപ എടുക്കണം പണിക്കാർക്ക് കൊടുക്കണം. നിന്ന് തീരത്തുമില്ല. വേറെ ഭക്ഷണം അറിയണം, കാപ്പി കൂടി എല്ലാം അറിയണം. നാളെയും കൂടെ ആണോ തീർന്നില്ല, നാളെ അപ്പൊ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഇവർക്ക് സംഭവിച്ചു. ചേട്ടാ ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെയായിരുന്നു ചേട്ടാ? ഒരു 40 രൂപ പുറത്ത് നഷ്ടം വരും. സംഭവിച്ചാല് ഇത് രാവിലെ 7 മണിക്ക് തള്ളി ഇരിക്കുന്നത് 6-6:30 മണിക്ക് തള്ളി വല ഇങ്ങനെ കമ്പായിട്ട് ഇങ്ങനെ വന്ന് അവിടെ ഒരു ഇടപ്പടുതി വന്നപ്പോഴത്തേക്ക് ഈ മീൻ കറി അങ്ങ് പാമായിപ്പോയി. അപ്പൊ ഞാൻ ഒരു കാരണത്താലും ഒട്ടായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ അത് വലിച്ച് കര കയറ്റി വല കംപ്ലീറ്റ് ചന്നമിന്നായിപ്പോയി. പോലീസുകാരുണ്ടായിരുന്നു, ഫോറസ്റ്റുകാരുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ തള്ളി വെള്ളത്തിൽ കള, നമ്മളതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയില്ല. ഇനി പിന്നെ 2 ബോട്ട് ഇടവായിന്ന് 2 ബോട്ട് വന്ന് കെട്ടി വലിച്ച് അതിനെ ഉള്ളപ്പുറത്താക്കി. അപ്പൊ ഞങ്ങൾക്ക് 10-40,000 രൂപ പുറത്ത് നഷ്ടം. എന്തായാലും 27-30 ആൾക്കാർ വരെ ഉണ്ട്. അതാണ് നമ്മൾ രാവിലെ 6 മണിക്ക് സുബൈൻ്റെ ബാങ്കായിട്ട് 5-5:30 മണിക്ക് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ അതിനൊരു കരുതരുമ്പോൾ 5,000 രൂപ ഇപ്പം വൈകിട്ടാകുമ്പോൾ തീരും. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ അവർക്ക് ഊണ് മേടിച്ചോണ്ട് വന്നു. പോലീസുകാർ വന്നിരുന്നു, ഫോറസ്റ്റുകാർ വരുന്നു, ഫയർ പോസ്റ്റ് ആൾക്കാർ വന്നു. ഇവരെല്ലാം വന്നവരെല്ലാം ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി വെള്ളത്തിൽ കളഞ്ഞതും ഇടവായിന്ന് ബോട്ട് വരുന്ന കെട്ടി വലിച്ചു കൊണ്ട് ഉള്ളാപ്പുറത്ത് വന്നത്. അപ്പോൾ നഷ്ടമായിരിക്കും നഷ്ടം നമുക്ക്. അവര് മീയാതി രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾ ദൈവത്തിനോടല്ലേ പറയാകത്തുള്ളൂ. പിന്നെ അവര് തന്നില്ലെങ്കിൽ എത്രയേ ഉള്ളൂ. കൊഞ്ചിന ലൈസൻസ് ആണ്ട് അതിന്റെ നഷ്ടപ്പെട്ട വലയായിരിക്കുന്നത്. അപ്പൊ അത് പുതിയായിട്ടിറക്കുമ്പോൾ 1 ലക്ഷത്തിൽ പുറത്ത് രൂപ ചെലവാണ്. സത്യം 1 ലക്ഷം രൂപ പുറത്ത് ചെലവാകും പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ. വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കടലിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുള്ള കാര്യങ്ങളാണ്. നേരത്തെയൊക്കെ അടിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നേരത്തെ പണ്ട് ഇപ്പൊ ഈ നാളിങ്ങനെ അടിച്ചത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഭീമൻ തിമിംഗല സ്രാവാണ് കഴിഞ്ഞ ദിവസം കരക്കടിഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് മൂലം നഷ്ടം സംഭവിക്കുന്നത് ഈ മത്സ്യ തൊഴിലാളികൾക്കാണ്. ആ നഷ്ടമാണ് ആരും കാണാതെ പോകുന്നത്. ക്യാമറമാൻ അഗ്നി ജ്വലിനൊപ്പം ബിൽവനിച്ചൻ, വിസ്മയ ന്യൂസ്.